ഒരു രൂപയില്ലാതെ ലോൺ ഇട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ. അതുകൂടാതെ 10-30,000 രൂപ മുടക്കിയാൽ ലോൺ ഇട്ട് എടുക്കാൻ പറ്റിയ വണ്ടികളും ഇവിടെ ഉണ്ട്. കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ഓണ്ടൻ വണ്ടികളുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാർ 4 പീസ് ഉണ്ട്, വാഗ്നർ 3 പീസ് ഉണ്ട്, വിറ്റേറ ബ്രസ 2 പീസ് ഉണ്ട്, ബൊലേരോ, ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. എല്ലാവരും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വണ്ടികളാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടികളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി എന്നല്ല, അതൊക്കെ മേലെയുള്ള വണ്ടികളാണ്. കാരണം എന്തോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ എറണാകുളത്ത് നിന്ന് ഒരു ടീം വന്നിട്ട് ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. അതിനുശേഷം അവരെ ഫാമിലിയിൽ നിന്ന് ആരോ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ കിട്ടാനിട്ടല്ല കേട്ടോ. വണ്ടി ഇപ്പോൾ ഇതേ ക്വാളിറ്റിയുള്ള വണ്ടി അവിടെ കിട്ടും, എവിടെ കിട്ടും, എല്ലായിടത്തും കിട്ടും. അതല്ല, മെയിനായിട്ട് ഡീലിംഗ് ആണ്. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടമാണ് ഇവിടെ. ന്യായമായ രീതിയിലുള്ള ഒരു കച്ചവടം. വണ്ടികൾ ഇവിടെ 2022, 23, 24 പഴയ മോഡൽ വണ്ടികളുണ്ട്, പുതിയ മോഡൽ വണ്ടികളുണ്ട്. അപ്പോൾ വിലകളുടെ എന്താ വെച്ചാൽ 10-20 രൂപ കൂടുതൽ കൊടുത്താലും വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടാവും. റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ഉള്ള കാര്യം എന്തെങ്കിലും ആവാദകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തുറന്നു പറയും. അതൊന്നും മറച്ചു വെച്ചുള്ള കച്ചവടം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നുള്ളത് വെട്ടിച്ചിറയിലെ കാർലെക്സ് യൂസർ കാർ ഷോറൂമിലാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്, ഇത് പ്ലേസ് വരുന്നത് വെട്ടിച്ചിറാണ്. ഇപ്പോൾ വളാഞ്ചേരി ആ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പുത്തനത്താണിക്ക് എത്തുന്നതാർക്ക് മുമ്പുള്ള യാർഡാണ്. അതുപോലെ തന്നെ പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരി വരുമ്പോൾ ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷന് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അത് വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ലൊക്കേഷന് നിങ്ങളെ ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വിട്ട് കഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ വിട്ടുതരും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ